നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വർഗീയതയ്ക്കും ഫാസിസത്തിനുമെതിരെ ആഞ്ഞടിച്ച് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. SNDP RSS കൂട്ടുകെട്ട് ലക്ഷ്യം കാണില്ലെന്നും കുഞ്ഞാലിക്കുട്ടി. അണികളിൽ ആവേശം വിതറി പിണറായി. സർക്കാരിന്റെ 4.5 വർഷത്തെ ഭരണം ദുരിതപൂർണമെന്ന് പിണറായി വിജയൻ. രാജ്യത്ത് ഏകാധിപത്യ ഭരണം അടിച്ചേൽപ്പിക്കാൻ നരേന്ദ്രമോദി ശ്രമിക്കുന്നുവെന്ന് KC വേണുഗോപാൽ MP. തെരഞ്ഞെടുപ്പിൽ ഏറ്റുമുട്ടുന്നത് ജീവൻ കൊടുക്കുന്നവരും ജീവൻ എടുക്കുന്നവരും തമ്മിലാണെന്നും വേണുഗോപാൽ. കുടലു ബാങ്ക് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ തൊപ്പിയിൽ ഒരു പൊൻതൂവൽ കൂടി. മുഴുവൻ സ്വർണവും കണ്ടെടുത്തതായി ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ A. ശ്രീനിവാസ. വിശദമായ വാർത്തകളിലേക്ക്. ന്യൂനപക്ഷ സംരക്ഷണത്തിന് ലീഗ് പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. എല്ലാവർക്കും തുല്യനീതി ഉറപ്പാക്കാൻ ശ്രമിക്കുമെന്നും കുഞ്ഞാലിക്കുട്ടി. ജനസഭ 2015 പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDF വൻ വിജയം നേടുമെന്നും കുഞ്ഞാലിക്കുട്ടി. മുസ്ലിം ലീഗ് പാർട്ടി മതേതര സ്വഭാവം 100% വെച്ചു പുലർത്തുന്ന പാർട്ടിയാണെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. പ്രസ് ക്ലബിന്റെ ജനസഭ 2015 പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മതേതര സ്വഭാവമില്ലാത്ത പാർട്ടിയാണെന്ന് പറയുന്നവർ രാഷ്ട്രീയ ലാഭത്തിന് ശ്രമിക്കുകയാണെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. പൊളിറ്റിക്കലായിട്ട് ലീഗിനെ അറ്റാക്ക് ചെയ്താൽ ഞങ്ങളുടെ UDF-ൽ അതിലൊരു വിള്ളലുണ്ടാക്കാം എന്ന് കരുതുന്നവരുണ്ട്. അവർക്കും തെറ്റും. പിന്നെ സാമുദായിക അടിസ്ഥാനത്തിൽ അതുപോലെ തന്നെ മറ്റു കാര്യത്തിലൊക്കെ നിലയിലൊക്കെ അവർ പറയുകയാണെന്നുണ്ടെങ്കിൽ ലീഗ് അതിൻ്റെ മതേതരത്വം 101% പ്രൂവ് ചെയ്ത സംഘടനയാണ്. ലീഗാണ് ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്കിടയിൽ വർഗീയത, അതുപോലെ തന്നെ വിഭാഗീയത, തീവ്രവാദം ഇതൊന്നും വളരാതെ നോക്കുന്ന സംഘടന. ലീഗ് സാമുദായികവൽക്കരണത്തിന് ശ്രമിക്കുന്നു എന്ന് പറയുന്നത് തെറ്റായ കാര്യമാണ്. കാസർഗോഡ് ജില്ലയിൽ UDF-ഉം LDF-ഉം തമ്മിലാണ് മത്സരം നടക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന്റെ നേതാവാരെന്ന് കോൺഗ്രസ് തീരുമാനിക്കുമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഇല്ല, അങ്ങനെ ഒരു തർക്കം UDF-ലേക്ക് ഏതായാലും വന്നിട്ടില്ല. ഞങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ വിഷയത്തിൽ പിന്നെ എടുക്കുന്ന തീരുമാനം അതാണല്ലോ ആദ്യം. അതിനുശേഷമല്ല ആ ചർച്ച UDF-ലേക്ക് വരുള്ളൂ. UDF ആ വിഷയം ചർച്ച ചെയ്യേണ്ടതായി വന്നിട്ടില്ല. അതുകൊണ്ട് ഞാനതിനെക്കുറിച്ച് ഇപ്പോൾ അഭിപ്രായം പറയേണ്ട കാര്യവുമില്ല. ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ ലീഗ് പ്രതിജ്ഞാബദ്ധമാണ്. എല്ലാവർക്കും തുല്യനീതി ലഭിക്കുക എന്നതാണ് ലീഗിന്റെ നയം. ഈ തെരഞ്ഞെടുപ്പിൽ UDF-ന് വൻ നേട്ടമുണ്ടാകുമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ചടങ്ങിൽ CT അഹമ്മദ് അലി, MC ഖമറുദ്ദീൻ, സണ്ണി ജോസഫ്, രവീന്ദ്രൻ രാവണീശ്വരം എന്നിവരും സന്നിഹിതരായി. ഉമ്മൻചാണ്ടിയുടെ 4.5 വർഷത്തെ ഭരണം സംസ്ഥാനത്ത് വിലക്കയറ്റം രൂക്ഷമാക്കിയെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ ആരോപിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭാ തെരഞ്ഞെടുപ്പ് റാലി കോട്ടച്ചേരിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. LDF ഭരണത്തിൽ വിലക്കയറ്റം പിടിച്ചു നിർത്തിയെന്നും എന്നാൽ ഇന്ന് വിലക്കയറ്റം രൂക്ഷമായതിനാൽ ജനം പൊറുതിമുട്ടിയിരിക്കുകയാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. സംസ്ഥാനത്ത് ഇപ്പോൾ നിയമനിരോധനത്തിന്റെ പ്രതീതിയാണ്. ജോലി ചെയ്യാൻ യുവാക്കളും യുവതികളും തയ്യാറാണ്. എന്നാൽ സർക്കാർ തൊഴിൽ മാത്രം നൽകുന്നില്ല. ഒഴിവുകൾ നിരവധിയുണ്ടായിട്ടും ഒന്നിലും നിയമനം നടക്കുന്നില്ല. PSCയിൽ നിന്നും ഒരു ഉദ്യോഗാർത്ഥിക്ക് പോലും നിയമനം ലഭിക്കുന്നില്ല. മറിച്ച് PSCയുടെ കാലാവധി നീട്ടി ഉദ്യോഗാർത്ഥികളെ വിഡ്ഢികളാക്കുകയാണ് സർക്കാർ ചെയ്യുന്നതെന്നും പിണറായി പറഞ്ഞു. നല്ല മികവുറ്റ പ്രവർത്തനമാണല്ലോ ആ സ്ഥാപനം കാഴ്ചവെച്ചത്. സാമ്പത്തിക പ്രതിസന്ധി ആകെ പരിഹരിച്ചിട്ടല്ല, എന്നാൽ പ്രവർത്തന ലാഭം ഉണ്ടായി. തന്നാണ്ട് ലാഭം ഓരോ വർഷവും ഉണ്ടായി. എന്തുകൊണ്ടത്? തലപ്പത്തിരിക്കുന്നവർക്ക് നാടിനോട് പ്രതിബദ്ധത വേണം, ജനങ്ങളോട് പ്രതിബദ്ധത വേണം. അതില്ലാത്ത UDF അധികാരത്തിൽ വന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ നേതൃത്വവും UDF-ന് കിട്ടി. എന്താ പിന്നെ കണ്ടത്? അവരവരുടെ ശീലം വെച്ചല്ലേ കാര്യങ്ങൾ നടത്തൂ. അടിച്ചു മാറ്റൽ തുടങ്ങി. CK ബാബുരാജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. P. കരുണാകരൻ MP, E. ചന്ദ്രശേഖരൻ MLA, AK നാരായണൻ, അഡ്വക്കേറ്റ് ദാമോദരൻ, ജ്യോതി ബസു, MV ബാലകൃഷ്ണൻ, മാട്ടുമ്മൽ ഹസൻ, P. അപ്പുക്കുട്ടൻ, VV രമേശൻ, P. നാരായണൻ, DV അമ്പാടി എന്നിവർ സംസാരിച്ചു. മനുഷ്യന്റെ ജീവൻ നിലനിർത്താൻ UDF ശ്രമിക്കുമ്പോൾ ജീവൻ എടുക്കാനാണ് CPM ശ്രമിക്കുന്നത് എന്ന് KC വേണുഗോപാൽ MP. ബോവിക്കാനത്ത് UDF തെരഞ്ഞെടുപ്പ് യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു വേണുഗോപാൽ. കേരളത്തിൽ കാറ്റ് UDF-ന് അനുകൂലമാണെന്നും KC വേണുഗോപാൽ.
കേരളത്തിൽ വീശിയടിക്കുന്ന കാറ്റ് UDFന് അനുകൂലമാണെന്നും 4.5 കൊല്ലത്തെ ഭരണത്തിലൂടെ സകല മേഖലയിലും വികസന മുന്നേറ്റമുണ്ടാക്കിയതായും കോൺഗ്രസ് നേതാവ് KC വേണുഗോപാൽ MP പറഞ്ഞു. CPM എന്നാൽ ക്രിമിനൽ പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്നായി മാറിയതായും അദ്ദേഹം പറഞ്ഞു. ബോവിക്കാനത്ത് UDF തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പത്രക്കാർ ചോദിച്ചു, നിങ്ങൾക്ക് ഈ ക്രിമിനലുകളെ സ്ഥാനാർത്ഥിയാക്കാൻ കിട്ടിയുള്ളൂ, വേറെ ആരെയും കിട്ടിയില്ലേ? ഇപ്പൊ കോടിയേരിയുടെ മറുപടി എന്താ? മറുപടി, ക്രിമിനലുകളെ സ്ഥാനാർത്ഥിയാക്കണ്ടെന്ന് തീരുമാനിച്ച പിന്നെ ഞങ്ങളുടെ പാർട്ടിയിൽ സ്ഥാനാർത്ഥിയാകാൻ പിന്നെ ആളെ കിട്ടില്ല. ഒരു സത്യം കൃത്യമായിട്ട് അയാൾ പറഞ്ഞു ആദ്യമായിട്ട്. കാരണം മിക്കവാറും എല്ലാം ക്രിമിനലുകളാണ് അതിനകത്തുള്ള സ്ഥാനാർത്ഥിയാവേണ്ടത്. ഇനി കോടിയേരി ബാലകൃഷ്ണന്റെ പാർട്ടിയെ നമുക്ക് വിളിക്കാൻ പറ്റുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്നല്ല, അദ്ദേഹത്തിന്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ ക്രിമിനൽസ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്നാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി. DCC ജനറൽ സെക്രട്ടറി MC പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. മനുഷ്യന്റെ ജീവൻ നിലനിർത്താൻ UDF ശ്രമിക്കുമ്പോൾ ജീവൻ എടുക്കാനാണ് CPM ശ്രമിക്കുന്നതെന്നും വേണുഗോപാൽ പറഞ്ഞു. DCC പ്രസിഡന്റ് CK ശ്രീധരൻ, മുസ്ലിം ലീഗ് നേതാവ് CT അഹമ്മദ് അലി, KPCC സെക്രട്ടറി K നീലകണ്ഠൻ എന്നിവർ പ്രസംഗിച്ചു. കുഡ്ലു ബാങ്ക് 2 പ്രതികളെ കൂടി പിടികൂടി. 7.905 കിലോ സ്വർണവും 5 ലക്ഷം രൂപയും പ്രതികളിൽ നിന്ന് കണ്ടെടുത്തതായി ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ A ശ്രീനിവാസ. ഒരാളെ മുള്ളേരിയിൽ നിന്നും മറ്റൊരാളെ കോയമ്പത്തൂരിൽ നിന്നുമാണ് പിടികൂടിയതെന്നും ഡോക്ടർ ശ്രീനിവാസ. കുഡ്ലു ബാങ്കിന്റെ എരിയാൽ ശാഖയിൽ നിന്നും കവർച്ച ചെയ്യപ്പെട്ട സ്വർണം കണ്ടെടുത്തതായി ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ A ശ്രീനിവാസ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിരാജ്പേട്ട് ആഡംബര വീട്, ആ വീട്ടിൽ ഈ 2 പേരും ജോമോനും പിന്നെ മുജീബ് ഒരു ആഡംബര ജീവൻ നയിക്കുകയായിരുന്നു. മതിയായ മെത്തകളുണ്ട്, മതിയായ നല്ല TV വാങ്ങിയിട്ടുണ്ട്. ഒരു 4 ലക്ഷം പൈസ സ്ഥലം വാങ്ങാൻ വേണ്ടിയിട്ട് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. അത് അടുത്ത ദിവസങ്ങളിൽ റിക്കവറി ആക്കേണ്ടതാണ്. പിന്നെ നെക്സ്റ്റ് അതല്ലാതെ ഒരു കാർ വാങ്ങിയിട്ടുണ്ട്. ഈ അടുത്ത 3-4 ദിവസത്തിൽ ഉള്ളിൽ തന്നെ ഈ ആൾക്കാരിനെ കസ്റ്റഡി വാങ്ങിയിട്ട് ഒരു 95-96% വരെയും മൊത്തം മുഴുവൻ ഒരു ക്യാഷ് ഞങ്ങൾക്ക് റിക്കവറി ചെയ്യാൻ സാധിക്കും എന്നിട്ടാണ് നമ്മുടെ ഇത്. 5 ലക്ഷം ക്യാഷും പിന്നെ ബാക്കി ചില്ലറ ക്യാഷും ഇപ്പോൾ ഈ തലത്തിൽ റിക്കവറി ആയിട്ടുണ്ട്. ഈ ജോമോൻക്ക് ഒരു നല്ല വിവരമുണ്ട്, ഹീസ് വെൽ എഡ്യൂക്കേറ്റഡ്. അതുകൊണ്ട് ആൾ ഒരു ടെക്നിക്കൽ എവിഡൻസ് ഇല്ലാതെ ഒരു കോൾ ഡീറ്റെയിൽസ്, സാധാരണത്തിൽ നമ്മളെല്ലാം കോൾ ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് പിടിക്കാറുള്ളൂ. പക്ഷേ ഇയാൾക്ക് ഒരു നല്ല വിവരം ഉള്ളത് കൊണ്ട് അതിനെ മറച്ചു വെച്ചിട്ട് ഹി വാസ് ഓപ്പറേറ്റിംഗ്. അതുകൊണ്ട് ഇത്ര ദിവസത്തേക്ക് ജോബാനെയോ പിന്നെ ഇയാളെ ഞങ്ങൾക്ക് പിടിക്കാൻ കുറച്ച് ശ്രമം ഉണ്ടായത്. സെപ്റ്റംബർ 7 ഉച്ചയ്ക്ക് 2 മണിക്ക് നടന്ന കവർച്ചയിൽ 17 കിലോ സ്വർണവും 12.5 ലക്ഷം രൂപയുമാണ് ബാങ്കിൽ നിന്ന് നഷ്ടമായത്. 2,90,000 രൂപ കൊടുത്ത് കർണാടക രജിസ്ട്രേഷനുള്ള കാർ മുജീബ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. കർണാടകയിൽ ആഡംബര വീടെടുത്ത് ഒളിച്ചു താമസിക്കുകയായിരുന്ന മുജീബിനെ മുള്ളേരിയയിൽ വെച്ചാണ് പിടികൂടിയത്. ഇയാളിൽ നിന്നും കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജോമോനെയും പിടികൂടിയത്. വാർത്താ സമ്മേളനത്തിൽ DYSP MV സുകുമാരൻ, CI-മാരായ PK സുധാകരൻ, CK സുനിൽകുമാർ, SI-മാരായ രാജേഷ് PV രാജൻ എന്നിവരും പങ്കെടുത്തു. ഏറെ വാദകോലാഹലങ്ങൾക്കിടയാക്കിയ ബാങ്ക് കവർച്ചയിൽ നഷ്ടപ്പെട്ട സ്വർണം കണ്ടെടുത്തതോടെ പോലീസിലെ പരസ്പരമുള്ള പഴിചാരൽ അവസാനിച്ചുവെന്ന് വേണം കരുതാൻ. ജില്ലയിൽ ഉൾപ്പെടെ പലയിടങ്ങളിലും കോൺഗ്രസ് BJP അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടെന്ന CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK ശ്രീധരൻ. അവിശുദ്ധ സഖ്യം CPM-ഉം BJP-യും തമ്മിലാണെന്ന് കോൺഗ്രസ് നേതാവ്. അണികളെ സമാധാനിപ്പിക്കാൻ കോലിബി എന്ന പതിറ്റാണ്ടുകൾ മുമ്പ് പ്രയോഗിച്ച പഴയ തുരുമ്പായുധം ഇപ്പോഴും കൊണ്ടുനടക്കുകയാണ് കോടിയേരിയെന്ന് അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളിൽ സംസാരിക്കവെയാണ് കോടിയേരി ബാലകൃഷ്ണൻ കോൺഗ്രസിനെതിരെ ഇത്തരത്തിൽ ആരോപണം ഉന്നയിച്ചത്. ആരോപണം ഉന്നയിക്കുന്ന CPM-ആണ് BJP-യുമായി കൂട്ടുകെട്ടുണ്ടാക്കിയിരിക്കുന്നതെന്നും CK ശ്രീധരൻ കാലിക്കടവിൽ സീനറ്റ് ന്യൂസിനോട് പറഞ്ഞു. കുറേ കാലമായി ഇടതുപക്ഷക്കാരും CPM-കാരും ഇത്തരം സന്ദർഭങ്ങളിൽ ഇത്തരം ആരോപണങ്ങൾ മുഴക്കാറുണ്ട്. അക്കൂട്ടത്തിൽ ഒന്നാണ് കോലിബി സഖ്യം എന്ന് പലപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന അതേ പഴയ ഒരു പ്രചരണ ആയുധം ഇത്തവണയും ആ പഴകി തുരുമ്പിച്ച ആയുധം തന്നെയാണ് ശ്രീ കോടിയേരി ഉൾപ്പെടെയുള്ള പ്രമുഖ CPM നേതാക്കൾ അവതരിപ്പിക്കുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യത്തിന് നേരെ മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. സത്യത്തിൽ ഇവിടെ കോലിബി അല്ല ഉള്ളത്, ഇവിടെ CPM BJP അവിശുദ്ധ ബാന്ധവമാണ് ഈ ജില്ലക്കകത്ത് വ്യാപകമായി നടക്കുന്നത്. ജില്ലയിലെ കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ നിരവധി തദ്ദേശ സ്ഥാപനങ്ങളിൽ BJP CPM ബാന്ധവം പരസ്യമായിരിക്കുകയാണെന്നും CK ശ്രീധരൻ ആരോപിച്ചു.
ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെ ജില്ലയിലെ ബഹുഭൂരിപക്ഷം തദ്ദേശ സ്ഥാപനങ്ങളുടെയും ഭരണസാരഥ്യം ഇത്തവണയും UDF-നൊപ്പം ഉണ്ടായിരിക്കുമെന്നും ജില്ലാ പഞ്ചായത്തിൽ ജനവിരുദ്ധ ഭരണം നടത്തിയ LDF-നെ പുറത്താക്കി സുതാര്യമായി ഭരണം നടത്താൻ ജനങ്ങൾ UDF-നെ വിജയിപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണെന്നും DCC പ്രസിഡന്റ് പറഞ്ഞു. ഇനി തെരഞ്ഞെടുപ്പ് വിശേഷം. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡിൽ മത്സരം തീപാറുന്നു. ഭരണ തുടർച്ചയുണ്ടാകുമെന്ന് UDF-ഉം പിടിച്ചെടുക്കുമെന്ന് BJP-യും നിലം മെച്ചപ്പെടുത്തുമെന്ന് LDF-ഉം അവകാശപ്പെടുന്നു. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡിലെ തെരഞ്ഞെടുപ്പിന് മുമ്പത്തെക്കാളും വീറും വാശിയും കൂടുതലാണ്. കഴിഞ്ഞ 25 വർഷമായി മുസ്ലിം ലീഗ് ജയിക്കുന്ന വാർഡാണിത്. ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഈ വാർഡിന് വേണ്ടി ഒന്നും ചെയ്തില്ലെന്ന് പറഞ്ഞ് CPM, CPI, വെൽഫെയർ പാർട്ടി തുടങ്ങിയ പാർട്ടികളുടെ നേതൃത്വത്തിൽ ജനകീയ മുന്നണി രൂപീകരിച്ച് ഇവിടെ മത്സരിക്കുകയാണ്. ഈ മുന്നണിയുടെ സുമയ്യ അഹമ്മദ് കുട്ടി വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് ജനകീയ മുന്നണി നേതാവ് അഷ്റഫ്, മൊയ്തീൻ, ശേഖർ എന്നിവർ KCN ന്യൂസിനോട് പറഞ്ഞു. ജനകീയ മുന്നണി എന്ന് രൂപീകരിച്ച് 3-ാം വാർഡിൽ സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചു. അതിന് വേണ്ടിയിട്ടുള്ള ഓരോരോ പണവും ജനങ്ങൾ തന്നെ പിരിച്ച് അവർ ഈ വാർഡിൽ ഒരു സ്വതന്ത്രമായിട്ട് ഒരു മുന്നണിയെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണമെന്ന് തീരുമാനിച്ചുകൊണ്ട് ഈ പ്രാവശ്യം ഞങ്ങൾ ഒരു മാറ്റം ഉണ്ടാക്കുമ്പോൾ ഒറ്റക്കെട്ടായി അതിലെല്ലാവരും ഉണ്ട്, എല്ലാ ഭാഗങ്ങളും ഇതായിട്ടുണ്ട്. ഞങ്ങൾ നാട്ടുകാരിൽ ഇപ്പോൾ ഒന്നായിട്ട് ഞങ്ങൾ നാട്ടിലെ വികസനയ്ക്ക് വേണ്ടി നമുക്ക് ഒരു പാർട്ടിയോട് ഒരു ഉറപ്പ് ഞങ്ങൾക്ക് കാണുന്നില്ല. ഒരു ഉറപ്പിക്കാൻ ഞങ്ങൾ തയ്യാറില്ല. ഞങ്ങൾ നാട് വികസനമായാൽ എല്ലാ വികസനവും ഞങ്ങൾ കണക്കെടുക്കും. പാവം നടന്നു പോകുന്ന കുഞ്ഞുങ്ങൾ സ്കൂളിൽ അവർ ಬೈ പോലും ಇಲ್ಲ. ಇಡೀ ಪಂಚಾಯತ್ನಲ್ಲಿ ಎಲ್ಲ ಕಡೆ ಎಲ್ಲುವಂಥ ಒಂದು ಪರಿಸ್ಥಿತಿ ಇದೆ. ಈ ಸಂದರ್ಭದಲ್ಲಿ ನಾವು ಅಭಿವೃದ್ಧಿಯ ಒಂದನ್ನೇ ದೃಷ್ಟಿಯಾಗಿಟ್ಟುಕೊಂಡು ಹಲವಾರು ಕೆಲಸ ಕಾರ್ಯಗಳು ನಮ್ಮ ಈ ವಾರ್ಡ್ನಲ್ಲಿ ನಡೆಯಲಿರುವುದರಿಂದಾಗಿ ನಾವು ಒಂದು ಅಭ್ಯರ್ಥಿಯನ್ನು ಸರ್ವಸಮ್ಮತಿಯಿಂದ ಚುನಾಯಿಸಲು. യത്തീംഖാന റോഡ് നന്നാക്കാൻ 3.5 ലക്ഷം രൂപ അനുവദിച്ചിരുന്നുവെങ്കിലും മെമ്പർ തിരിഞ്ഞു നോക്കാത്തത് കാരണം കരാറുകാരൻ പേരിന് മാത്രമുള്ള ചില ചെപ്പടി വിദ്യകൾ കാട്ടുകയായിരുന്നു. കുഞ്ചത്തൂരിൽ ഒരു ഡ്രൈനേജ് എന്ന നാട്ടുകാരുടെ സ്വപ്നം ഇതേവരെയും സാക്ഷാത്കരിച്ചിട്ടില്ല. തൊഴിലുറപ്പ് കാര്യങ്ങളിൽ മെമ്പർ ഇടപെടാത്തത് കാരണം റോഡുകളും അങ്കണവാടികളും കാട് മൂടിക്കിടക്കുകയാണ്. ലീഗിൻ്റെ പഞ്ചായത്ത് സെക്രട്ടറി അടക്കം നിരവധി നേതാക്കളുടെ വാർഡാണ് 3-ാം വാർഡ്. ലീഗിൻ്റെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് UH അബ്ദുൾ റഹ്മാൻ KCN ചാനലിനോട് മുസ്ലിം ലീഗ് അല്ലാതെ ഒരൊറ്റ പാർട്ടിയും ഈ വാർഡിൽ വികസനം തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റും വികസനപരമായ കാര്യം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്, ഇനിയും ചെയ്യാനുണ്ട്. അതുകൊണ്ട് തീർച്ചയായും മുസ്ലിം ലീഗ് വൻ ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കാനുള്ള എല്ലാ സാധ്യതയും ഈ വാർഡിലുണ്ട്. ഇവിടെ ഒരു പോസ്റ്റ് നാട്ടി അതിന് വോട്ട് ചെയ്യാൻ പറഞ്ഞാൽ ജനങ്ങൾ വോട്ട് ചെയ്യുന്ന സ്ഥിതിയാണുള്ളത്. 3-ാം വാർഡിൽ UDF സ്ഥാനാർത്ഥിയായി മുസ്ലിം ലീഗിലെ സെറീന ബാനു മത്സരിക്കുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും മഞ്ചേശ്വരത്തെ വോട്ടർമാരുടെ മനസ്സറിയാൻ ഇനി ദിവസങ്ങൾ മാത്രം. മഞ്ചേശ്വരത്തു നിന്നും റഹ്മാൻ ഉദ്യാവാര, ന്യൂസ് ബ്യൂറോ, KCN. ജില്ലാ പഞ്ചായത്ത് പിലിക്കോട് ഡിവിഷനിൽ ഇത്തവണ വീറുറ്റ പോരാട്ടമാണ് നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഗോതയിൽ പയറ്റിത്തെളിഞ്ഞ വനിതകൾ മത്സരിക്കുന്നു എന്നതാണ് ഇവിടുത്തെ മത്സരത്തെ ശ്രദ്ധേയമാക്കുന്നത്. ജില്ലയുടെ തെക്കേയറ്റത്തുള്ള ജില്ലാ പഞ്ചായത്ത് ഡിവിഷനാണ് പിലിക്കോട്. പിലിക്കോട് ഗ്രാമപഞ്ചായത്തിന്റെ 15 വാർഡുകൾ, തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെ മുഴുവൻ വാർഡുകൾ, പടന്ന ഗ്രാമപഞ്ചായത്തിന്റെ 8 വാർഡുകൾ എന്നിവ ഉൾപ്പെട്ടതാണ് പിലിക്കോട് ഡിവിഷൻ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഇടത് സ്ഥാനാർത്ഥികൾ വിജയിച്ച പിലിക്കോട് ഡിവിഷനിൽ ഇക്കുറി മത്സരം കടുക്കും എന്നാണ് തെളിയുന്നത്. CPM-ലെ PP പ്രസന്നകുമാരിയാണ് ഇടത് സ്ഥാനാർത്ഥിയായി രംഗത്തുള്ളത്. രാഷ്ട്രീയത്തിൽ വർഷങ്ങളായി സജീവ സാന്നിധ്യമാണ് പ്രസന്ന. നിലവിൽ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണാണ്. SFI-യിലൂടെ വളർന്ന പ്രസന്ന CPM തൃക്കരിപ്പൂർ ഏരിയ കമ്മിറ്റി അംഗം, മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്നു. പുത്തിലോട്ട് സ്വദേശിയായ പ്രസന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. പരമാവധി വോട്ടർമാരെ നേരിൽ കാണാനുള്ള ശ്രമത്തിലാണ് ഇടത് സ്ഥാനാർത്ഥി. വോട്ടർമാരിൽ നിന്നുള്ള പ്രതികരണം വൻ ഭൂരിപക്ഷത്തോടെയുള്ള വിജയത്തിന്റെ സൂചനകളാണ് നൽകുന്നതെന്ന് പ്രസന്നകുമാരി പറയുന്നു. ജനപക്ഷത്തിൽ നിന്നുകൊണ്ട് അഴിമതിരഹിതവും സുതാര്യവുമായ ഭരണം കാഴ്ചവെച്ചുകൊണ്ടാണ് ജനങ്ങളെ നേരിട്ട് കണ്ട് വോട്ടഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത്. പിലിക്കോട് ഡിവിഷനിൽ നിന്ന് കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന LDF-ന്റെ സാരഥിയായിട്ടുള്ള ഞാൻ പിലിക്കോട് ഡിവിഷനിലെ വിവിധ വാർഡുകളിൽ ജനങ്ങളെ സമീപിച്ച് നേരിട്ട് വോട്ടഭ്യർത്ഥിക്കുമ്പോൾ നല്ല ശുഭപ്രതീക്ഷയാണ് LDF-ന്റെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എനിക്കുള്ളത്. നിലവിൽ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായ കോൺഗ്രസിന്റെ VV പത്മജയാണ് UDF സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തുള്ളത്. പേക്കടം സ്വദേശിയാണ്. പത്മജ
നമ്മുടെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയാണ്. കൈ അടയാളത്തിൽ വോട്ട് കൊടുക്കുക. യൂത്ത് കോൺഗ്രസ് തൃക്കരിപ്പൂർ മണ്ഡലം സെക്രട്ടറി എന്ന നിലയിലും പ്രവർത്തിക്കുന്നു. ഗൃഹസന്ദർശനം, വാഹന പര്യടനം എന്നിങ്ങനെയാണ് പ്രചരണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഏകദേശം നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു പ്രതികരണമാണ് നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരു കുറേ നാളുകളായി യു ഡി എഫ് അല്ലല്ല ജില്ലയിലും ബ്ലോക്കും എല്ലാം ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർക്ക് അതിനോടൊരു അവരുമായിട്ടൊരു താല്പര്യമില്ലാത്തൊരു രീതിയാണ് ഇപ്പോൾ നാം സമീപിക്കുമ്പോൾ കാണുന്നത്. ഇപ്പോൾ നമുക്ക് അനുകൂലമായിക്കൊണ്ടാണ് ഇപ്പോൾ ഉള്ളത് നിലവിൽ. ചെമ്പരിക്ക ഖാസിയായിരുന്ന CM അബ്ദുള്ള മൗലവിയുടെ കൊലപാതകികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് പരമാവധി ശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ട് CM ഉസ്താദ് ജനകീയ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒക്ടോബർ 28-ന് ബുധനാഴ്ച ഉച്ചയ്ക്ക് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഖാസി വധം നീതി തരൂ എന്ന മുദ്രാവാക്യമുയർത്തി സമരസംഗമം സംഘടിപ്പിക്കും. ഊണിനോടൊപ്പം ഒരു പപ്പടം കഴിക്കാമെന്ന് കരുതിയാൽ ഇനിയൽപ്പം പ്രയാസപ്പെടും. ഉഴുന്നുപരിപ്പിന്റെ വില കുതിച്ചുയർന്നതോടെ പപ്പടം ഉണ്ടാക്കി ജീവിക്കുന്ന നൂറുകണക്കിന് ആളുകൾക്ക് തൊഴിൽ താൽക്കാലികമായി നിർത്തിവെക്കേണ്ട അവസ്ഥ. നേരത്തെ എത്തിച്ച ഉഴുന്നുമാവ് കൂടി കഴിയുന്നതോടെ പപ്പട നിർമ്മാണം പൂർണ്ണമായും നിർത്തിവെക്കാനുള്ള തീരുമാനത്തിലാണ് ചെറുകിട പപ്പട നിർമ്മാതാക്കൾ. ഉൽപാദന ചെലവിനൊത്ത വരുമാനം കിട്ടുന്നില്ല എന്നതാണ് പ്രധാന പ്രശ്നം. 1 കിലോ ഉഴുന്നുപരിപ്പിന് ഇപ്പോൾ 200 രൂപയാണ് വില. ഉഴുന്നു പൊടിക്കാൻ സംവിധാനങ്ങൾ പരിമിതമായതിനാൽ അന്യസംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ ഉഴുന്നുമാവ് എത്തിച്ചാണ് പപ്പടം ഉണ്ടാക്കുന്നത്. 50 കിലോ വരുന്ന ഒരു ചാക്ക് ഉഴുന്നുമാവിന് ഇപ്പോൾ 10,000-ത്തിലും മുകളിലാണ് വില. എണ്ണത്തിലും വലുപ്പത്തിനും അനുസരിച്ചാണ് പപ്പടത്തിന് വില ഈടാക്കുന്നത്. 12 എണ്ണമുള്ള വലുപ്പം കുറഞ്ഞ പപ്പട പാക്കറ്റിന് 15 രൂപയാണ് വില. പപ്പടം ഉണ്ടാക്കുന്നവർക്ക് ഒരു പപ്പടത്തിന് 1 രൂപയാണ് ലഭിക്കുക. ഒരു പപ്പടത്തിന് ചുരുങ്ങിയത് 2 രൂപയെങ്കിലും ലഭിക്കണം എന്നാണ് ഈ മേഖലയിലുള്ളവർ പറയുന്നത്. ഉഴുന്നുമാവിന് ഇത്രയും വില ഉയർന്ന കാലഘട്ടം ഉണ്ടായിട്ടില്ലെന്ന് 40 വർഷമായി പപ്പടമുണ്ടാക്കുന്ന കൊടക്കാട് സ്വദേശി മധുസൂദനൻ പറയുന്നു. കിട്ടുന്നത് കഴിഞ്ഞ കൊല്ലം ഈ സമയത്ത് 50 കിലോന്റെ ചാക്കിന് 3,500 രൂപ 3,100 രൂപ ഉണ്ടായിരുന്നു. അത് ഇക്കൊല്ലാകുമ്പോഴേക്കും അത് 8,500 രൂപയായി. കഴിഞ്ഞ ആഴ്ച കൊണ്ടുവന്ന പൈസയല്ല ഈ ആഴ്ച പോകുമ്പോൾ അത് 10 രൂപ 100 രൂപ എന്നല്ല കൂടുതൽ കൂടുമ്പോൾ 1,000 രൂപ 1,500 രൂപ ഒറ്റയടിക്ക് കൂടും. വില കൂട്ടെന്ന് പറഞ്ഞാൽ ഇപ്പം പപ്പടം ഇപ്പം 12 എണ്ണ ഇല്ല ഒരു പാക്കറ്റിൽ. ഈ 12 എണ്ണം ഇപ്പം അത് ചെറുതായി വരുവാണ്. ഇനിയിപ്പോൾ ഇതിലപ്പുറം കാട്ടി ചെറുതാക്കാനും കഴിയില്ല. ഇനിയിപ്പം വില കൂട്ടുന്ന ഇപ്പോൾ അത്രയാണ്. ഇപ്പോൾ ഒരു പപ്പടത്തിന് ഇപ്പോൾ 1 രൂപ 25 പൈസയായി മേടിക്കുന്ന ജനങ്ങൾക്ക് 1 രൂപ 25 പൈസ ഇനി എന്താണെന്നില്ല ഒന്നാണ് ഇതിലായിപ്പം. കഴിഞ്ഞ വർഷം 1 കിലോ ഉഴുന്നുപരിപ്പിന് 65 രൂപയായിരുന്നു വില. ഈ ഓണക്കാലത്താണ് വില ഇരട്ടിയോളമായി ഉയർന്നത്. തുടർന്നുള്ള 3 മാസത്തിനിടയിൽ മാത്രം 50 രൂപയുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഉഴുന്നുമാവിന് പുറമെ പപ്പടക്കാരം, ഉപ്പ് എന്നിവ ചേർത്താണ് പപ്പടം ഉണ്ടാക്കുന്നത്. യന്ത്രസഹായമില്ലാതെ 2 പേർ പരിശ്രമിച്ചാൽ ചുരുങ്ങിയത് 1000 പപ്പടമെങ്കിലും ഒരു ദിവസം ഉണ്ടാക്കാൻ കഴിയും. എന്നാൽ ഉഴുന്നുമാവിൻ്റെ വില കുതിച്ചുയർന്നതോടെ പരമ്പരാഗതമായി പപ്പടമുണ്ടാക്കി ജീവിക്കുന്ന പല കുടുംബങ്ങളും നിർമ്മാണം പകുതിയാക്കി ചുരുക്കി. ഉഴുന്നുവില നിയന്ത്രിക്കുകയോ പപ്പടവില വർദ്ധിപ്പിക്കുകയോ ചെയ്യാതെ ഈ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നാണ് കുടിൽ വ്യവസായമായി പപ്പടമുണ്ടാക്കുന്നവർ പറയുന്നത്. പ്രതീക്ഷയോടെ നിരവധി കുടുംബശ്രീ യൂണിറ്റുകളും ഈ മേഖലയിലേക്ക് തിരിഞ്ഞിരുന്നു. അവരും കടുത്ത പ്രതിസന്ധിയിലാണ്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. നീലേശ്വരം ഉപ്പിലക്കൈ മൊനാച്ച യുവതാര പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ 1ാം വാർഷികം വിവിധ പരിപാടികളോടെ ആചരിച്ചു. മോനാച്ച യുവതാര പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് പഞ്ചാരിമേളം അരങ്ങേറ്റവും മുതിർന്ന വാദ്യകലാകാരന്മാരെ ആദരിക്കൽ ചടങ്ങും നടന്നു. ഉപ്പിലിക്കൈ ജിത്തു മാരാർ, കൃഷ്ണപ്രസാദ് മാരാർ, നീലേശ്വരം എന്നിവരുടെ ശിക്ഷണത്തിൽ പഞ്ചാരിമേളം അഭ്യസിക്കുന്ന 35ഓളം കുട്ടികളുടെ അരങ്ങേറ്റമാണ് നടന്നത്. തുടർന്ന് മുതിർന്ന വാദ്യകലാകാരന്മാരെ ആദരിച്ചു. മോനാച്ച ശ്രീ ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ ദീപം തെളിയിക്കൽ ചടങ്ങോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. ആഘോഷ പരിപാടികളിൽ ഒട്ടേറെ പേർ പങ്കെടുത്തു. അനുമോദനം, പ്രസാദ വിതരണം എന്നിവയും ഉണ്ടായിരുന്നു. കാസർഗോഡ് ഉപജില്ലാ സാമൂഹ്യശാസ്ത്രമേളയുടെ ഭാഗമായുള്ള ക്വിസ് മത്സരവും ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള പ്രാദേശിക ചരിത്ര രചനാ മത്സരവും ഒക്ടോബർ 30-ന് GUPS തെക്കിൽപ്പറമ്പിൽ നടക്കും. അകാലത്തിൽ പൊലിഞ്ഞുപോയ യുവചിത്രകാരൻ അർജുൻ കെ ഭാസിന്റെ ഓർമ്മയ്ക്കായുള്ള ചിത്ര പ്രദർശനം കാഞ്ഞങ്ങാട്ട് ആർട്ട് ഗാലറിയിൽ ആരംഭിച്ചു. 4 ദിവസം നീണ്ടുനിൽക്കുന്ന ചിത്ര പ്രദർശനം ഡോക്ടർ അംബിക സുധൻ മാങ്ങാട് ഉദ്ഘാടനം ചെയ്തു. അർജുൻ കെ ദാസ് നഴ്സറി വിദ്യാഭ്യാസം മുതൽ വരച്ച പെയിന്റിങ്ങുകളും ആനിമേഷൻ ചിത്രങ്ങളും ഉൾപ്പെടെ 100ഓളം ചിത്രങ്ങളാണ് ദാസ് ആർട്സ് എന്ന് പേരിട്ടിരിക്കുന്ന പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്.
അഹമ്മദാബാദ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിങ്ങിലെ ആനിമേഷൻ വിദ്യാർത്ഥിയായിരുന്ന അർജുൻ കെ ദാസ് കഴിഞ്ഞ ജൂൺ 22-നാണ് പ്രൊജക്ടിന്റെ ഭാഗമായി സിക്കിമിലെത്തുകയും അവിടെ പുഴയിൽ കുളിക്കുന്നതിനിടയിൽ മുങ്ങിമരിക്കുകയും ചെയ്തത്. കാസർഗോഡ് സ്പെഷ്യൽ ബ്രാഞ്ച് SI കെ മോഹൻദാസിന്റെയും കാഞ്ഞങ്ങാട് നഴ്സിംഗ് സ്കൂളിലെ ജീവനക്കാരി കരുണാദാസിന്റെയും മകനാണ്. അർജുന്റെ ഓർമ്മകൾ നിലനിർത്താനാണ് കുടുംബം തന്നെ ഇത്തരമൊരു ചിത്രപ്രദർശനം സംഘടിപ്പിച്ചത്. ചിത്രപ്രദർശനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ദിനേശ് ചെറുവാട്ട്, വിനോദ് അമ്പലത്തറ, രാജേന്ദ്രൻ പുല്ലൂർ, ശ്യാമ ശശി, VV രമേശൻ, കാഞ്ഞങ്ങാട് DYSP ഹരിശ്ചന്ദ്ര നായിക്ക്, CI U പ്രേമൻ, SI മൊയ്തീൻകുട്ടി, CB തോമസ്, സംശുദ്ദീൻ മാസ്റ്റർ എന്നിവർ സംബന്ധിച്ചു. ഒരുപക്ഷെ ദിവസങ്ങൾ മറ്റ് പരിപാടികൾക്ക് ഒന്നും പോകാതെ എഴുതാൻ കുറെ കാര്യമായിട്ടുള്ളത് കൊണ്ട് മാറ്റിവെച്ചിരിക്കുന്ന ഒരു സന്ദർഭമായിരുന്നു. അപ്പോൾ വിനോദ് വിളിച്ചിട്ടിങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, വിനോദ് ഞാൻ വരും, ഞാൻ എന്തായാലും ആ ചിത്രങ്ങൾ കാണാൻ വരും. അങ്ങനെയാണ് ഞാൻ വിനോദ് വിളിച്ചപ്പോൾ പെട്ടെന്ന് സമ്മതിക്കുകയും ഈ ഒരു വലിയ സംരംഭം ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു ഫൗണ്ടേഷൻ രൂപീകരിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ പ്രതിഭകളായിട്ടുള്ള ചിത്രം വരക്കുന്ന കുട്ടികൾക്ക് ഒരു മാർഗദർശനം നൽകാൻ ഇനിയുള്ള കാലത്ത് ഫൗണ്ടേഷൻ ശ്രമിക്കുമ്പോൾ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഇരു കൈകളുമില്ലാത്ത പയ്യന്നൂർ കോളേജ് വിദ്യാർത്ഥി വൈശാഖ് കാലുകൊണ്ട് ചിത്രം വരച്ച് ശ്രദ്ധേയനായി. ചിത്രപ്രദർശനം ഈ മാസം 27 വരെ നീണ്ടു നിൽക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. വർഗീയതയ്ക്കും ഫാസിസത്തിനുമെതിരെ ആഞ്ഞടിച്ച് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. SNDP RSS കൂട്ടുകെട്ട് ലക്ഷ്യം കാണില്ലെന്നും കുഞ്ഞാലിക്കുട്ടി. അണികളിൽ ആവേശം വിതറി പിണറായി. സർക്കാരിന്റെ 4.5 വർഷത്തെ ഭരണം ദുരിതപൂർണമെന്ന് പിണറായി വിജയൻ. രാജ്യത്ത് ഏകാധിപത്യ ഭരണം അടിച്ചേൽപ്പിക്കാൻ നരേന്ദ്രമോദി ശ്രമിക്കുന്നുവെന്ന് KC വേണുഗോപാൽ MP. തെരഞ്ഞെടുപ്പിൽ ഏറ്റുമുട്ടുന്നത് ജീവൻ കൊടുക്കുന്നവരും ജീവൻ എടുക്കുന്നവരും തമ്മിലാണെന്നും വേണുഗോപാൽ. കുഡ്ലു ബാങ്ക് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ തൊപ്പിയിൽ ഒരു പൊൻതൂവൽ കൂടി. മുഴുവൻ സ്വർണവും കണ്ടെടുത്തതായി ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ A. ശ്രീനിവാസ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർത്തിയാകുന്നു. നമസ്കാരം.